നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. ഇടുക്കി കുമളിയിൽ 12 ലക്ഷവും അരക്കോടിയും മോഷ്ടിച്ച മോഷണ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ട്യൂഷൻ ടീച്ചർ കരസ്ഥമാക്കിയത് 20 കോടി രൂപയുടെ സമ്പാദ്യം. ഇരട്ട കൊലപാതകം നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി 4 പതിറ്റാണ്ടിന് ശേഷം രംഗത്തെത്തിയ മുഹമ്മദ് അലിക്ക് മാനസിക രോഗമാണെന്ന് സഹോദരൻ പൗലോസ്. മഹാരാഷ്ട്രയിൽ ഡെലിവറി ബോയ് ഫ്ളാറ്റിൽ കടന്നു കയറി 22-കാരിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ വമ്പൻ ട്വിസ്റ്റ്. ഇടുക്കി കുമളിയിൽ 12 ലക്ഷവും അരക്കോടിയും മോഷ്ടിച്ച മോഷണ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4-അംഗ സംഘമാണ് പോലീസിന്റെ വലയിലായത്. ഇടുക്കി കുമളിയിൽ വീട് കുത്തി തുറന്ന് 12 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും മോഷ്ടിച്ച കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോന്നി സ്വദേശികളായ സോണി ഭവനിൽ സോണി, മാമൂട്ടിൽ ജോമൻ, പട്ടുമല എസ്റ്റേറ്റ് അനീഷ് കുമാർ, മുരിക്കടി ഉഷാഭവനത്തിൽ മണികണ്ഠൻ എന്നിവരാണ് പിടിയിലായത്. കുമളി ഓമേഡ് സ്വദേശിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം അരങ്ങേറിയത്. കുടുംബത്തിലെ ഗൃഹനാഥനുമായി പരിചയമുണ്ടായിരുന്ന പ്രതികളിൽ ഒരാളായ ജോമോൻ ഗൃഹനാഥനൊഴികെ മറ്റാരും വീട്ടിലില്ലാത്ത ദിവസം മനസ്സിലാക്കിയാണ് മോഷണം ആസൂത്രണം ചെയ്തത്. വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് പോയതറിഞ്ഞ ജോമോൻ ജോലി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഗൃഹനാഥനെ കുറച്ചു നേരത്തേക്ക് വീട്ടിൽ നിന്ന് മാറ്റി. ഈ സമയം മറ്റു 3 പ്രതികൾ ചേർന്ന് അടുക്കളയുടെ വാതിൽ കോടാലി ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പാഴ്സലും വീട്ടിലുമായി സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപയും കൈക്കലാക്കി. മോഷണം നടത്തി വീട് വിട്ടതായി പ്രതികൾ ജോമോനെ ഫോണിൽ വിളിച്ച് പറഞ്ഞതോടെ ഇയാൾ ഗൃഹനാഥനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മോഷണ വിവരം അറിഞ്ഞ ഗൃഹനാഥൻ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. ഇതിനിടെ ജോമോനും സോണിയും പത്തനംതിട്ടയ്ക്ക് കടക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇവരുടെ വാഹനം എരുമേലിയിൽ അപകടത്തിൽപ്പെട്ടു. ഈ സമയം കുമളി പോലീസ് ജോമോൻ കടന്ന വിവരം എല്ലാ സ്റ്റേഷനുകളിലേക്കും കൈമാറിയിരുന്നു. തുടർന്ന് എരുമേലി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. വിസ്മയ ന്യൂസ്, ഇടുക്കി. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ട്യൂഷൻ ടീച്ചർ കരസ്ഥമാക്കിയത് 20 കോടി രൂപയുടെ സമ്പാദ്യം. ഹരിയാന സ്വദേശി സീമ സിൻഹയാണ് തൃശൂർ പോലീസിന്റെ വലയിലായത്. കേരളത്തിലെ രാസലഹരി കടത്തുകാരിലെ മുഖ്യകണ്ണി പിടിയിലായി. MDMA വാങ്ങുന്നതിന് ലഹരി സംഘം പണം അയച്ചിരുന്ന അക്കൗണ്ടിന്റെ ഉടമയായ 52-കാരി സീമ സിൻഹയാണ് തൃശൂർ സിറ്റി പോലീസിന്റെ വലയിലായത്. ഹരിയാനയിൽ നിന്നാണ് സീമ സിൻഹയെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ചാവക്കാടുകാരായ ഫസലും നജിലും MDMA-യുമായി പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സീമ സിൻഹയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ഇവർക്ക് MDMA കൈമാറിയത് സീമ സിൻഹയെന്നാണ് പോലീസ് പറയുന്നത്. ബീഹാർ പാട്ന സ്വദേശിയാണ് ട്യൂഷൻ ടീച്ചറായ സീമ. ഇവർ 2 വർഷത്തിനിടെ നടത്തിയത് 20 കോടി രൂപയുടെ ബിസിനസ്. നൈജീരിയൻ സ്വദേശി വഴിയായിരുന്നു സീമ ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിസ്മയ ന്യൂസ്, തൃശൂർ. ഇരട്ട കൊലപാതകം നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി 4 പതിറ്റാണ്ടിന് ശേഷം രംഗത്തെത്തിയ മുഹമ്മദ് അലിക്ക് മാനസിക രോഗമാണെന്ന് സഹോദരൻ പൗലോസ്. ഇയാളുടെ ആദ്യ പേര് ആന്റണി എന്നായിരുന്നുവെന്നും കൂടരഞ്ഞിയിലൊക്കെ കൊലപാതകം നടക്കുമ്പോൾ ഇയാൾ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ പോലീസിന് മൊഴി നൽകി. അതേസമയം മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ മുഹമ്മദ് അലി മാനസിക രോഗത്തിന് ചികിത്സയിലെന്ന സഹോദരൻ പൗലോസ്. മാനസിക നില തെറ്റിയ ഇയാൾക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും ആന്റണി എന്നായിരുന്നു ഇയാളുടെ ആദ്യ പേരെന്നും സഹോദരൻ വെളിപ്പെടുത്തി. അതേസമയം 2 കൊലപാതകങ്ങൾ താൻ നടത്തിയെന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നുവെന്നായിരുന്നു വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. ഇതിൽ നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി. 86-ൽ കൂടരഞ്ഞിൽ വെച്ച് നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നതിനിടെയാണ് 89-ൽ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള കേസ് 89 സെപ്റ്റംബർ 24-ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായി കണ്ടെത്തിയതോടെയാണ് പോലീസ് കേസ് റീ ഓപ്പൺ ചെയ്തത്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. ആദ്യ കൊലപാതകത്തിന് ശേഷം കോഴിക്കോട് ജോലി ചെയ്യുന്ന കാലത്ത് പണം തട്ടിയെടുത്ത ഒരാളെ സുഹൃത്തായ ബാബുവിന്റെ സഹായത്തോടെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ. വെള്ളയിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്നും മുഹമ്മദ് അലി മൊഴി നൽകിയിട്ടുണ്ട്. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നതായി കഴിഞ്ഞ മാസം 5-നാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയ പോലീസ് 116/86 കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെ ഇയാൾ മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് പറഞ്ഞ മുഹമ്മദ് അലിയുടെ സഹോദരൻ പൗലോസ് രംഗത്തെത്തി. മാനസിക നില തെറ്റിയ ഇയാൾക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും സഹോദരൻ പറഞ്ഞു. ആന്റണി എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ ആദ്യ പേര്. കൂടരഞ്ഞിൽ നിന്നും വിവാഹം കഴിച്ച ഇയാൾ ഭാര്യ ഉപേക്ഷിച്ചതോടെ മലപ്പുറം വേങ്ങരയിലേക്ക് കടന്നു. അവിടെ നിന്ന് 2ാം വിവാഹം ചെയ്തതോടെയാണ് മതം മാറി മുഹമ്മദ് അലി ആയത്. 25 വർഷമായി വേങ്ങരയിലാണ് സഹോദരൻ താമസിക്കുന്നത്. കൂടരഞ്ഞിയിൽ തോട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് താനും സഹോദരനും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ പൗലോസ് പോലീസിനോട് പറഞ്ഞു. താൻ പൂവാറന്തോട് പണിയിലായിരുന്നുവെന്നും നേരത്തെ നാടുവിട്ടുപോയ മുഹമ്മദ് അലി 8 വർഷം കഴിഞ്ഞാണ് നാട്ടിൽ തിരിച്ചെത്തിയതെന്നും സഹോദരൻ പൗലോസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. മഹാരാഷ്ട്രയിൽ ഡെലിവറി ബോയ് ഫ്ളാറ്റിൽ കടന്നു കയറി 22-കാരിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ വമ്പൻ ട്വിസ്റ്റ്. യുവതിയുടെ അടുത്ത സുഹൃത്താണ് ഫ്ളാറ്റിൽ കയറിയതെന്നും യുവതിയുടെ സമ്മതത്തോടെയായിരുന്നു
ലൈംഗിക ബന്ധത്തിൽ ഇരുവരും ഏർപ്പെട്ടതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. മഹാരാഷ്ട്രയിൽ ഡെലിവറി ബോയ് എന്ന വ്യാജേന വീട്ടിലെത്തിയ യുവാവ് ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ വൻ വഴിത്തിരിവ്. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി യുവതിയുടെ സുഹൃത്താണെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്ന തരത്തിൽ യുവതിയുടെ ഫോണിലുണ്ടായിരുന്ന സെൽഫി യുവതി തന്നെ എടുത്തതാണെന്നും പോലീസ് കണ്ടെത്തി. പൂനെയിലെ കൊത്വേ ഏരിയയിൽപ്പെട്ട 22-കാരിയായ IT ജീവനക്കാരിയാണ് പീഡനത്തിന് ഇരയായെന്ന് കാണിച്ച് പോലീസിനെ സമീപിച്ചത്. കുറിയർ നൽകാനെന്ന വ്യാജേന ഫ്ളാറ്റിലെത്തിയ യുവാവ് ബലം പ്രയോഗിച്ച് വീടിനുള്ളിൽ കടന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി. കസ്റ്റഡിയിലെടുത്ത പ്രതി ഉന്നത നിലയിലുള്ള വ്യക്തിയാണ്. ഇരുവരും കഴിഞ്ഞ 2 വർഷത്തിലധികമായി സുഹൃത്തുക്കളാണ്. രണ്ടുപേരും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. കേസുമായി ബന്ധപ്പെട്ട യുവതി നൽകിയിട്ടുള്ള ഭൂരിഭാഗം വിവരങ്ങളും തെറ്റാണെന്നും പോലീസ് പറയുന്നു. യുവതിയുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ദ്രാവകവും ആരും സ്പ്രേ ചെയ്തിട്ടില്ല. സംഭവ സമയത്ത് അവർക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നില്ലെന്നും കമ്മീഷണർ അമിതേഷ് കുമാർ പറഞ്ഞു. ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചത് എന്ന് യുവതി പറഞ്ഞ ഫോട്ടോ എടുത്തത് പ്രതിയല്ല, മറിച്ച് യുവതി തന്നെയാണെന്നും യുവതിയെടുത്ത ചിത്രത്തിൽ യുവാവിന്റെ മുഖം വ്യക്തമായി കാണാമായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. പിന്നീട് എഡിറ്റ് ചെയ്താണ് ഇയാളുടെ മുഖം വ്യക്തമാകാത്ത രീതിയിൽ ക്രോപ്പ് ചെയ്ത് മാറ്റിയത്. ഈ ഭീഷണി സന്ദേശം ഫോട്ടോയിൽ എഴുതി വെച്ചതും യുവതിയാണെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.